വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഹിജാബ് വിവാദമാണ്. ഹിജാബ് വിവാദത്തിൽ എറണാകുളം സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് സ്കൂൾ വിടാനൊരുങ്ങുന്ന കുട്ടികളുടെ TC അപേക്ഷയിൽ ഇന്ന് തീരുമാനമായേക്കും. LP സ്കൂളിലെ 2 കുട്ടികളുടെ രക്ഷിതാവാണ് സ്കൂൾ വിടാൻ അപേക്ഷ നൽകിയത്. അതേസമയം ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കെ ഹൈക്കോടതി നിലപാട് അറിഞ്ഞ ശേഷമാകും ഹിജാബ് ധരിക്കുന്നതിന് വിലക്ക് നേരിട്ട വിദ്യാർത്ഥിനി സ്കൂൾ മാറുന്നതിൽ തീരുമാനം എടുക്കുക. ഡാനി വിശദാംശങ്ങൾ നൽകും. ഡാനി, 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ 2 കുട്ടികളുടെ മാതാപിതാക്കൾ അവരൊരു തീരുമാനം എടുത്തിരുന്നതാണ്. മാനേജ്മെന്റിന്റെ നിലപാട് അവരെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. അതുകൊണ്ട് TC വാങ്ങി കുട്ടികളെ മറ്റു സ്കൂളിലേക്ക് മാറ്റുമെന്നുള്ളത് അതിന്റെ നിലപാട് അതെങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചായിരിക്കുമല്ലോ ഇന്ന്. എന്തായാലും ആ കുടുംബാംഗങ്ങൾ എന്തായാലും തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വെള്ളിയാഴ്ചയാണ് ആ ഹർജി പരിഗണിക്കാനിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ രക്ഷിതാക്കൾ, അതായത് ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ തീരുമാനപ്രകാരം കോടതി വിധി അനുകൂലമാണെങ്കിൽ ആ സ്കൂളിൽ തന്നെ തുടരുമെന്ന സാഹചര്യമാണല്ലോ. ഇത് രണ്ടും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വിഷയത്തിൽ നേരത്തെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിലപാട് ഹിജാബ് വിഷയത്തിൽ അത് അവർ കൈകാര്യം ചെയ്ത രീതി, അതിനുശേഷം ഇവർ നടത്തിയ പ്രതികരണം, പ്രത്യേകിച്ച് സ്കൂൾ പ്രിൻസിപ്പലിൻ്റെയും PTA പ്രസിഡന്റിൻ്റെയും പ്രതികരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് LP വിഭാഗത്തിലെ 2 കുട്ടികളുടെ മാതാപിതാക്കൾ കുട്ടികളുടെ TC അപേക്ഷ, വിടുതൽ അപേക്ഷ സ്കൂളിന് മുന്നിൽ സമർപ്പിച്ചത്. അത് ആ ദിവസങ്ങളിൽ, പിന്നീട് ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരുന്നു, ദീപാവലി അവധി ദിവസം കൊണ്ട് വരുന്നു. ഈ വർക്കിംഗ് ഡേയിൽ സ്വാഭാവികമായും അത് പരിഗണിക്കപ്പെടും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഏതായാലും ഇന്ന് തങ്ങൾ വിദ്യാലയത്തിലേക്ക് പോകുന്നില്ല എന്നാണ്, സ്കൂളിലേക്ക് പോകുന്നില്ല എന്നാണ് മാതാപിതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. വരും ദിവസം ഒരു വർക്കിംഗ് ഡേ കൂടി കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് ചെല്ലാം എന്നതാണ് അവർ പറയുന്നത്. ഈ ദിവസത്തിനുള്ളിൽ തങ്ങളുടെ അപേക്ഷ സ്വാഭാവികമായും പരിഗണിക്കപ്പെടേണ്ടതാണ്. തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല, അതിലൊരു വിട്ടുവീഴ്ചയ്ക്കിലും തങ്ങളില്ല. സ്കൂൾ വിടാൻ തന്നെയാണ് തീരുമാനം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ ഇവർ നടത്തിയ പ്രതികരണങ്ങളാണ്. സ്കൂൾ പ്രിൻസിപ്പൽ അടക്കം നടത്തിയ പ്രതികരണങ്ങൾ തങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതയുണ്ടാക്കി എന്നവർ പറയുന്നു. ഹിജാബ് വിവാദത്തിൻ്റെ തുടർന്ന് അവർ നടത്തിയ പ്രതികരണങ്ങളാണ്. ഈ വിഷയത്തോട് തങ്ങൾ യോജിക്കുന്നില്ല. അവർ മറ്റൊരു കോൺവെൻറ്റ് സ്കൂളിലേക്ക് മാറ്റുകയാണ് എന്ന് പറഞ്ഞിരുന്നു. തങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളെ ബഹുമാനിക്കുന്നു, അത് അവർ നടത്തിയ സംഭാവനകൾ വലുതാണ്. പക്ഷേ ഈ വിദ്യാലയത്തിൽ സെൻറ്റ് റീത്താസിൽ ഈ വിഷയം അവർ കൈകാര്യം ചെയ്ത രീതിയും അവരതിനോട് പ്രതികരിച്ച രീതിയും തങ്ങൾക്ക് വളരെയധികം അസ്വസ്ഥതയും വേദനയും ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് തങ്ങൾ അവിടെ നിന്ന് കുട്ടികളെ മാറ്റാൻ തീരുമാനിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. 2 പെൺകുട്ടികളാണ്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ. തങ്ങൾ ഒരിക്കലും ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാനേജ്മെൻറ്റ് സമീപിച്ചിട്ടുമില്ല. പക്ഷേ ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങളിൽ പ്രതിഷേധമുണ്ട് എന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഈ വിവാദത്തിന് ഇടയാക്കിയ വിഷയങ്ങളിലേക്ക് വന്ന ഈ കുട്ടിയുടെ ഹിജാബ് വിഷയത്തിലേക്ക് വന്ന കുട്ടിയുടെ അപേക്ഷ, TC അപേക്ഷ അവിടെ നിന്ന് വിടാനായിട്ട് അവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ഹൈക്കോടതി വെള്ളിയാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനു മുൻപ് സർക്കാരിന് ഈ വിഷയത്തിലുള്ള പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ അവർ എടുത്ത നടപടികൾ എന്താണ്, ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതുകൂടി ഹൈക്കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശദമായ മറുപടി കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. നേരത്തെ സർക്കാർ സ്കൂൾ മാനേജ്മെൻറ്റിന് ഒരു നോട്ടീസ് നൽകിയിരുന്നു. അതിൽ ചില നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. ആ നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സ്കൂൾ മാനേജ്മെൻറ്റ് ഹൈക്കോടതിയിലേക്ക്, തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്തത്. സ്റ്റേ വേണം ആ സർക്കുലറിൽ നിന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ സ്റ്റേ അനുവദിക്കാൻ ആ ഘട്ടത്തിൽ കോടതി വിസമ്മതിച്ചു. കാരണം സർക്കാരിൻ്റെ കൂടി വിശദീകരണം കേൾക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിശദീകരണം തങ്ങൾക്ക് അനുകൂലമാകുമോ, അതിൽ കോടതി എന്താണ് പറയുന്നത് എന്നത് കേട്ടതിന് ശേഷം മാത്രം സ്കൂളിൽ നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതി എന്ന നിലപാടിലാണ് ആ കുട്ടിയുടെ രക്ഷിതാവ്. ഏതായാലും വെള്ളിയാഴ്ച വരെയും ഈ വിഷയത്തിൽ മറ്റ് ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന് അവരുടെ മാതാപിതാക്കളും അറിയിച്ചിട്ടുണ്ട്. യെസ്, അതാണ്. അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ചയാണ് ആ ഹർജി പരിഗണിക്കാനിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇന്ന് 2 കുട്ടികളുടെ TCയുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തുക. മാനേജ്മെൻറ്റിനെതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ആ 2 വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് മാറാനുള്ള സാഹചര്യം. സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ മാനേജ്മെൻറ്റിൻ്റെ നിലപാടിനോട് തങ്ങൾക്ക് പൂർണ്ണമായ വിയോജിപ്പാണെന്നുള്ളതാണ് ആ രക്ഷിതാക്കൾ മുന്നോട്ട് വെച്ചിരുന്ന വാദം. അതിൻ്റെ TCയുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ തീരുമാനം ഇന്നുണ്ടാകും. എന്തായാലും ഡാനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.